പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കൊക്കെ വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ സന്ധിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുവാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പങ്കുവെക്കുവാനും മടി കാണിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണമേ. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗഹനവുമായിട്ടുള്ള ഒരു വിഷയമാണ് യേശു ക്രിസ്തുവിന്റെ മരണവും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശു, ആ ഉയർത്തെഴുന്നേൽപ്പിനും മരണത്തിനും ഇടയിലുണ്ടായ 3 ദിവസങ്ങളിലെ സംഭവങ്ങൾ. പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ദൈവം യേശു ക്രിസ്തു ആണല്ലോ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ മരിച്ചവനായ യേശു മരിച്ചപ്പോൾ പിന്നെ ആരാണ് ഈ പ്രപഞ്ചത്തെ നയിച്ചുകൊണ്ടിരുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്? ദൈവമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ പിന്നെ ആരാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിയന്ത്രിക്കാൻ ഇടയായിത്തീർന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ അടുത്ത സമയത്ത് സി രവീന്ദ്രൻ മാഷെ പോലുള്ള ആളുകൾ വീണ്ടും രംഗപ്രവേശനം ചെയ്ത് അവർ പറയുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ സംഭവങ്ങളെ കുറിച്ചും യേശു മരിച്ചപ്പോൾ സംഭവിച്ച കാര്യം. അപ്പോൾ അവരെ പരിഹാസ സ്വരത്തിൽ പറയുന്നത്, യേശു മരിച്ചിട്ട് പിന്നെ എവിടെയായിരുന്നു ഉയർത്തെഴുന്നേൽക്കുന്നിടം വരെയും, എന്തായിരുന്നു യേശുവിന്റെ പണി, ഇത്യാദി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ മറുപടിയാണിത്. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. വിശുദ്ധ ബൈബിളിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, യേശു ക്രിസ്തു ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി. അവൻ മരിച്ചിട്ട് അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവൻ ഉയരത്തിൽ കയറുന്നതിന് മുമ്പ് ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ വചനം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്ര സത്യങ്ങൾ ചരിത്രപരമായും ആത്മീയപരമായിട്ടും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഈ പഠനം താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഒന്ന്, യേശു താഴേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് ഇറങ്ങി എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? യേശു മരണത്തിന് ശേഷം എവിടേക്കാണ് പോയത്? ഇപ്പൊ ഈ ചോദ്യമാണല്ലോ നമ്മൾ കണ്ടെത്തുന്നത്. മാത്രമല്ല, ആ സമയത്ത് യേശുവിന്റെ ദൗത്യം എന്തായിരുന്നു? വ്യത്യസ്ത ക്രിസ്തീയ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് എന്നുള്ളതും ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാമതായിട്ട് വാചക വിശകലനം അല്ലെങ്കിൽ എക്സിജിറ്റിക്കൽ അനാലിസിസ് എന്ന് പറയും. അപ്പം എക്സിജിറ്റിക്കലായിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നു. രണ്ടാമതായിട്ട് ഗ്രീക്ക് പദങ്ങളുടെ പഠനം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രീക്ക് പദമുണ്ട്. ആ പദത്തിന്റെ അർത്ഥം കാറ്റേബെ എന്നാണ്. കാറ്റേബെ എന്നുള്ള വാക്ക്, അതിന്റെ അർത്ഥം ഇറങ്ങി എന്നാണ്. ആ സെന്റൻസ് അല്ലെങ്കിൽ ആ വാക്യം ഇങ്ങനെയാണ്: ടാക്കാറ്റോറ്റെ റാമേ റേറ്റേ ഗയേസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക്, താഴ്ന്ന ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് ഇതിനർത്ഥമില്ലയോ? അപ്പൊ അങ്ങനെ വളരെ കൃത്യമായിട്ട് ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ അർത്ഥം പറയുകയാണ്. ഭൂമിയിലേക്കുള്ള അവതാരം മാത്രമല്ല, മറിച്ച് മരണലോകത്തിലേക്കുള്ള ഒരു ഇറക്കത്തെ കുറിച്ചും കൂടിയാണ് അവിടെ പറയുന്നത്. മരിച്ചതിന് ശേഷം മരണലോകത്തിലേക്ക്, മരിച്ച ആളുകൾ വിശ്രമിക്കുന്ന ഇടത്തിലേക്കുള്ള ഒരു യാത്രയെ കുറിക്കുന്നതായ വാക്കും കൂടെയാണ് കാറ്റേബെ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് മരണാനന്തര സ്ഥലം, ദ റാം ഓഫ് ദ ഡെഡ്, അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആളുകളുടെ ആ നിശബ്ദമായിട്ടുള്ള സ്ഥലം. അതിന് പല പേരുകളിലാണ് വിശുദ്ധ ബൈബിളിൽ അറിയപ്പെടുന്നത്. അതിലൊന്ന് ഹെഡ്സെ എന്നാണ്, രണ്ടാമത്തത് ഷിയോൺ എന്നാണ്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് അല്ലെങ്കിൽ അപ്പോസ്തല നടപടികൾ 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ, ആ പാതാളം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ആദേശ് എന്നാണ്. ഹാദേശിലേക്ക് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. അവിടെ ഹേഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് മൺമറഞ്ഞു പോവുക അല്ലെങ്കിൽ ഇല്ലാതെയായി തീരുക എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ആ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്നാണ്. അപ്പൊ മരിച്ചവരുടെ ഇടക്കാല സ്ഥലം അഥവാ അന്തിമമായിട്ടുള്ള നരകത്തെ കുറിക്കുന്ന അല്ല ഈ പറഞ്ഞിരിക്കുന്ന ആദേശും ഹേഡ്സ് എന്നൊക്കെ പറയുന്നത്. അതൊരു അന്തിമമായ നരകമല്ല, അല്ലെങ്കിൽ ഗഹന്ന അല്ല. ഗഹന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീച്ചൂള എന്നാണ് അർത്ഥം. എപ്പോഴും കെടാത്ത തീയും ചാകാത്ത പുഴുവും അടങ്ങുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണത്. അപ്പൊ അതല്ല, ഗഹന്ന അല്ല അത്. അപ്പോൾ ഹേഡ്സിന്റെ ഘടന എന്താണെന്ന് നമുക്ക് നോക്കാം. ഹേഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടന നമുക്ക് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 22,
23 വാക്യങ്ങളിൽ കാണാം. അവിടെ ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് ദൂതന്മാർ കൊണ്ടുപോയി എന്ന് യേശു കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ അബ്രഹാമിന്റെ മടി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ആശ്വാസ സ്ഥലത്തെ കുറിച്ചാണ്. മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന, കംഫോർട്ട് ചെയ്യുന്ന, അവന് ഏറ്റവും മാനസികമായിട്ടുള്ള ഉല്ലാസം നൽകുന്നതായിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് അബ്രഹാമിന്റെ മടി എന്ന് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് പീഡാസ്ഥലമല്ല, അല്ലെങ്കിൽ യാതനാ സ്ഥലമല്ല. എന്നാൽ രണ്ടാമത് അതേ അധ്യായത്തിൽ തന്നെ 23 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒരു പാതാളത്തിൽ യാതനാ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചും കൂടെ കർത്താവ് പറയുന്നു. ലാസറിനെ അബ്രഹാമിന്റെ മടിയിൽ അഥവാ ആശ്വാസ സ്ഥലത്ത് കൊണ്ടുപോയി. എന്നാൽ ധനവാനായ മനുഷ്യൻ മരിച്ചിട്ട് അവൻ ധനവാനായതുകൊണ്ടല്ല അവനെ പാതാളത്തിലേക്ക്, യാതനാ സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്നത്. മറിച്ച് അവൻ ദൈവത്തിൽ വിശ്വസിക്കാതെയും ദൈവാശ്രയമില്ലാതെയും മറ്റുള്ളവരെ തന്നെ പോലെ തന്നെ സ്നേഹിക്കാതൊക്കെ ഇരുന്നതിന്റെ ഫലമായിട്ട് അവൻ യാതനാ സ്ഥലത്ത് കിടക്കേണ്ടി വന്നു. അപ്പൊ ആ യാതനാ സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ മരണലോകം വ്യത്യാസമുള്ള, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് വിഭാഗീകരിച്ചിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണെന്ന് വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് മറ്റൊരു സ്ഥലത്തെക്കുറിച്ചും ബൈബിൾ പറയുന്നത് പാരഡൈസ് അല്ലെങ്കിൽ പർദീസ എന്നാണ്. പർദീസ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 23 അധ്യായത്തിന്റെ 43 വാക്യത്തിൽ യേശു കർത്താവ് തന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവൻ യേശുവിന്റെ മശിഹാത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അത് ഏറ്റുപറഞ്ഞപ്പോൾ അവനോട് പറയുകയാണ്, അവൻ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്നുള്ളത്. ഇത് സൂചിപ്പിക്കുന്നത് നീതിമാന്മാരുടെ വിശ്രമ സ്ഥലത്തെയാണ് പർദീസ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ പർദീസ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ യേശു എവിടേക്കാണ് ഇറങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇറങ്ങിയതായ സ്ഥലം എന്ന് പറയുന്നത് പർദീസയാണ്. കർത്താവ് തന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട വ്യക്തിയോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ പർദീസയിലേക്ക് തന്നെയാണ് കർത്താവ് ഇറങ്ങിയത്. അത് അബ്രഹാം പിതാവിനെ പോലെയുള്ള പഴയ നിയമ വിശുദ്ധന്മാരായിട്ടുള്ള യാക്കോബ്, ഇസ്ഹാക്ക്, നോഹ പോലെയുള്ള, ദാനിയേൽ, യോസഫ് പോലെയുള്ള വിശുദ്ധന്മാരുടെ ഗണം, രാഘാവ് പോലെയുള്ള വിശുദ്ധ ഗണത്തിലേക്ക് ഉൾപ്പെട്ടവരെ എല്ലാം അവര് പാർക്കുന്നതായിട്ടുള്ള, മരിച്ചതിന് ശേഷം അവർ വിശ്രമിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞതായിട്ടുള്ള 3 സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളിൽ അവർ വിശ്രമിക്കുകയാണ്. അപ്പൊ അവിടെ യേശുവിന്റെ ദൗത്യം എന്തായിരുന്നു? യേശു ക്രിസ്തു താഴ്ച ഭവിച്ചപ്പോൾ, അവന് താഴേക്ക് ഇറങ്ങിയപ്പോൾ, പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തായിരുന്നു യേശു അവിടെ ചെയ്തത്? ഒന്നാമതായിട്ട് യേശു അവിടെ വിജയം പ്രഖ്യാപിക്കുകയായിരുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യങ്ങൾ അവൻ ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. തടവിൽ കിടന്ന ആളുകളോട് പ്രസംഗിച്ചു. ആരാണ് ഈ തടവിൽ കിടന്നത്? അവിടെ സുവിശേഷ പ്രസംഗം അല്ല നടത്തിയത്, മറിച്ച് വിജയപ്രഖ്യാപനമാണ്. ഞാൻ പറഞ്ഞു, എന്തായിരുന്നു വിജയം പ്രഖ്യാപിക്കപ്പെടേണ്ടിയിരുന്നത്? എന്തുകൊണ്ടത് പറയണമായിരുന്നു? അതിനെക്കുറിച്ച് ഞാനൊരു അല്പമായിട്ട് പറയാം. അതായത് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശു ക്രിസ്തു ജനിച്ചിട്ട് 2000 ചില്ലുവാനും വർഷമല്ലേ ആയുള്ളൂ, അപ്പൊ അതിനു മുമ്പ് ഈ ഭൂമുഖത്ത് ജനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവര് ദൈവത്തിലൊക്കെ വിശ്വസിക്കാതിരുന്നവരും വിശ്വസിച്ചവരുമായ ആളുകൾ, അവർ സ്വർഗത്തിൽ മോക്ഷത്തിൽ പോകുകയില്ലേ? അപ്പോൾ അവർക്ക് മോക്ഷമില്ലേ? യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷിതാവെങ്കിൽ യേശു ക്രിസ്തുവിന് മുമ്പേ ഉണ്ടായിരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മോക്ഷം കിട്ടുക? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നവരെ നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യണം, അവരെ അനുമോദിക്കണം. അവരുടെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്, ദയവുണ്ടായിട്ട് ശ്രദ്ധിക്കണം. അതായത് യേശു ക്രിസ്തുവിനെ കൂടാതെ ആർക്കും മോക്ഷത്തിൽ പോകാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായിട്ട് പറയുന്നതിന്റെ കാരണം, യേശു ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു പ്രീ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ അവനൊരു മുൻ ആസ്തിത്വം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന് മുൻ ആസ്തിത്വം വളരെ കൃത്യമായിട്ട് വിശുദ്ധ ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ കൂടാതെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് യേശു ഈ സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. മാത്രമല്ല യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പുകൾ പ്രവാചകന്മാർ മുഖാന്തരം തിരുവെഴുത്തിലൂടെ ദൈവം ലോകത്തെ അറിയിച്ചിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ
ദൈവികമായിട്ടുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ തന്നെയാണ്. അവിടെ വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വളരെ വെളിവായിട്ടുള്ള സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പിതാവായ ദൈവം ലോകത്തെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു എന്നുള്ളത് ചരിത്രത്തിനുള്ളിൽ നിൽക്കുന്നവനല്ല, അവൻ ചരിത്രത്തിനും അപ്പുറമായിട്ടുള്ളവനാണ്. അവൻ മുഖാന്തരമാണ് ലോകത്തിന് ചരിത്രം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തു മുഖാന്തരമാണ് ലോകത്തിന് ചരിത്രം ഉണ്ടായിരിക്കുന്നത്. യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, അവൻ ചരിത്ര പുരുഷനാണ്, 100% ചരിത്ര പുരുഷനാണ്. എന്നാൽ കേവലം ചരിത്ര പുരുഷൻ മാത്രമല്ല, അവൻ ചരിത്രത്തിനും അതീതനായിട്ടുള്ളവനാണ്. ചരിത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവനല്ല, ചരിത്രത്തിന്റെ അപ്പുറത്ത് നിലനിൽക്കുന്നവനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രമോ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമോ അല്ല, മറിച്ച് അവൻ ചരിത്രത്തിലേക്ക് പ്രവേശിച്ച, ചരിത്രം ചമയ്ക്കപ്പെടുവാൻ ഇടയായിത്തീർന്നവനാണ് എന്നുള്ളതാണ് അതിന്റെ പൊരുൾ. അതുകൊണ്ട് അവൻ ചരിത്രത്തിന് ഉള്ളിൽ നിന്നവനാണെങ്കിലും ചരിത്രത്തിന് അപ്രമേയനായിട്ടുള്ളവനാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള കർത്താവിനെ കുറിച്ച് പ്രവചനങ്ങളെല്ലാം തന്നെ പ്രവചിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാപയാഗങ്ങളും ഹോമയാഗങ്ങളും മറ്റുമൊക്കെ കഴിച്ച് അതിനെക്കുറിച്ച് യാഗങ്ങളുടെ വിവിധ അവസ്ഥകളെ കുറിച്ച്, പല യാഗങ്ങളെ കുറിച്ചുള്ളതൊക്കെ ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. യേശു ക്രിസ്തുവിനെ കൂടാതെ ഒരു മനുഷ്യർക്കും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് യേശുവിന്റെ ജനനത്തിന് ശേഷമുള്ള ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അവന്റെ പ്രീ എക്സിസ്റ്റൻസിനെ, അവന്റെ മുൻ അസ്തിത്വത്തെ ബേസ് ചെയ്തുകൊണ്ട്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളത് മറന്നു പോകരുത്. അങ്ങനെയുള്ള ആ യേശു മുഖാന്തരമായിരുന്നു അന്നും പിതാവായ ദൈവത്തെ ജനം ആരാധിക്കാൻ തക്കവണ്ണം വാഗ്ദത്തങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ദൈവം ലോകത്തിന് പല പ്രവാചകന്മാരിലൂടെയും പല പ്രേക്ഷിത ദൗത്യത്തിൽ ഏർപ്പെട്ടവർക്കൂടെയും നൽകിക്കൊണ്ടിരുന്നത്. അപ്പൊ അതെല്ലാം തന്നെ പിതാവായ ദൈവം സ്വീകരിച്ചത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ലോക സ്ഥാപനം മുതലേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ യേശു ക്രിസ്തു ലോക ജനത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ജനം പാപത്തിൽ വീഴുമെന്ന് അറിയുകയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ തക്കോണം മനുഷ്യന്റെ പ്രായശ്ചിത്ത യാഗങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്നറിഞ്ഞ് താൻ തന്നെ ലോകസ്ഥാപനം മുതൽ തന്നെ യാഗാർപ്പണം നടത്തുകയും ചെയ്തു. ആ യാഗാർപ്പണത്തിന്റെ പൂർത്തീകരണമാണ് കാൽവരി കുരിശ്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു ചരിത്രത്തിനുള്ളിൽ നിൽക്കുന്നവനല്ല, അവൻ ചരിത്രത്തിനും അപ്രമേയനാണ്. അവൻ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അവനൊരു പ്രീ അസ്തിത്വം അല്ലെങ്കിൽ മുൻ അസ്തിത്വം ഉണ്ടായിരുന്നു. ആ അസ്തിത്വത്തിൽ അവൻ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് വിശുദ്ധ ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. മാത്രമല്ല, ആ കർത്താവിന്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് യാഗത്തിന്റെ പൂർത്തീകരണമായിരുന്നു എന്ന് മാത്രമാണ് ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ഈ കർത്താവ് ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം യേശു ക്രിസ്തു തനിക്ക് മുമ്പേ ജീവിച്ചിരുന്നായിട്ടുള്ള ആളുകൾ മരിച്ചു പോയപ്പോൾ അവര് നീതി പ്രവർത്തിക്കുകയും മാത്രമല്ല അവര് അർപ്പിച്ചതായിട്ടുള്ള യാഗങ്ങളെല്ലാം തന്നെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കുകയും ചെയ്യുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഈ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു എന്നുള്ള ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് ഒരു സുവിശേഷ പ്രഘോഷണമല്ലായിരുന്നു, മറിച്ച് ആത്മാക്കളോട് പ്രസംഗിച്ചത് വിജയപ്രഖ്യാപനമായിരുന്നു, അല്ലെങ്കിൽ പ്രൊക്ലമേഷൻ ഓഫ് വിക്ടറി. നിങ്ങൾ ജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ യാഗങ്ങളെല്ലാം ദൈവം അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് നീതീകരണം ലഭ്യമായിരിക്കുന്നു എന്നുള്ള ആ വലിയ പ്രഖ്യാപനമായിരുന്നു. രണ്ടാമതായിട്ട് നീതിമാന്മാരുടെ മോചനം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അവൻ തടവുകാരെ എന്ന് പറഞ്ഞാൽ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരങ്ങളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ, അന്ന് ക്രിസ്തു യേശുവിന് മുമ്പേ മരിച്ചു പോയതായിട്ടുള്ള വിശുദ്ധന്മാർ, വിശ്വാസികൾ, അവരെല്ലാവരും പാർത്തിരുന്നായിട്ടുള്ള ഇടത്ത് നിന്ന് അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ അവൻ നൽകി എന്നാണ് അതിന്റെ അർത്ഥം. പഴയ നിയമ വിശ്വാസികൾ മോചനത്തിനായി കാത്തിരുന്നത്
ഇപ്പോൾ അവർക്ക് യേശു ക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 56-ാം വാക്യം അതിനാധാരമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പുതിയ നിയമത്തിലാണ്. ഇതുവരെ നിങ്ങൾ ബൈബിൾ വാങ്ങിക്കാത്തവരോ വായിക്കാത്തവരോ ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ, ഹോളി ബൈബിൾ എന്ന് പറഞ്ഞ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 56-ാം വാക്യത്തിൽ യേശു കർത്താവും അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരും തമ്മിലുള്ള വലിയൊരു വിതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിനോട് അവർ പല ചോദ്യങ്ങളും ചോദിക്കുന്നു. യേശു അവരോട് പല കാര്യങ്ങളും പ്രസ്താവിക്കുകയാണ്. അപ്പൊ അവരോട് കർത്താവ് പറഞ്ഞു, പാപം ചെയ്യുന്നവരൊക്കെ പാപത്തിന്റെ ദാസന്മാർ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ആരുടെയും ദാസന്മാരായിട്ടൊന്നും ജീവിച്ചിട്ടില്ല, ഞങ്ങളെല്ലാം സ്വതന്ത്രരാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് അവര് അഭിമാനം കൊണ്ടു. അപ്പൊ അഭിമാനിതരായിട്ടിരുന്ന ആ ആളുകളോട് യേശു കർത്താവ് പറയുകയാണ്, പാപം ചെയ്യുന്നവനൊക്കെ പാപത്തിന്റെ ദാസൻ. എന്നാൽ വീണ്ടും കർത്താവ് പറയുകയാണ്, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അബ്രഹാം എൻ്റെ നാൾ കാണാൻ കൊതിച്ചു എന്ന് യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കാണുവാനുള്ള കൊതി അബ്രഹാമിനുണ്ടായിരുന്നു. കാരണം യേശുവിൽ കൂടെ മാത്രമേ അബ്രഹാമിന്റെ വിശ്വാസത്തെ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ നാള് കാണുവാൻ അബ്രഹാം ആഗ്രഹിച്ചു, കണ്ടുമിരിക്കുന്നു എന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞത്. അത് പൂർത്തീകരിച്ചത് അബ്രഹാം പിതാവിരുന്ന അബ്രഹാമിന്റെ മടിത്തട്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ട ലാസറിന്റെ അനുഭവത്തിൽ നിന്ന് കേട്ട ആ സ്ഥലത്തേക്ക് യേശു കർത്താവ് ചെന്ന് അവരോട് ഈ വിക്ടറി, ഈ വിജയം ഡിക്ലെയർ ചെയ്യുവാൻ തക്കോണം, പ്രഖ്യാപിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. അപ്പം യേശുവിന്റെ മരണം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് സാത്താന്റെ അധികാരം തകർത്ത് ഭയത്തെ നീക്കിയ ഒരനുഭവം കൂടിയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1 കൊരിന്തോസ് 15-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? അതുവരെ മരണം മനുഷ്യരെ ജയിച്ചുകൊണ്ട് അവരെ അടക്കി വാണുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ യേശുവിന്റെ മരണത്തോടെ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവന്റെ മരണത്തിന്റെ ശക്തിയായിരിക്കുന്ന അവന്റെ പിടിവള്ളി, അവന്റെ ചങ്ങലയെ കർത്താവ് എന്നേക്കുമായിട്ട് ഊരിക്കളഞ്ഞു, അതിനെ നശിപ്പിച്ചു കളഞ്ഞു, അതിന്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് നമുക്ക് ധൈര്യത്തോടുകൂടെ പറയാൻ കഴിയുന്നത്. 4-മതായിട്ട് ആത്മീക ശക്തികളിലുള്ള വിജയത്തെ ആയിരുന്നു അത് കാണിച്ച യേശു പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധരാക്കി പൊതുവായിട്ട് അവരെ ലജ്ജിപ്പിച്ചു, പരസ്യമായിട്ട് അവരെ ലജ്ജിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവിടെ നടത്തിയിട്ടുള്ള വിജയപ്രഖ്യാപനത്തോടുകൂടെ സംഭവിച്ചതായ അതിശക്തമായ കാര്യമാണ്. 4-മതായിട്ട് ഇതിന്റെ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. അതിലൊന്ന് പ്രാചീന സഭയുടെ നിലപാട്, അപ്പോസ്റ്റൽസ് ക്രീഡ്, അപ്പോസ്റ്റൽമാരുടെ നമ്മുടെ നിത്യവിശ്വാസ പ്രമാണം എല്ലാ ആഴ്ചകളിലും നമ്മുടെ കുർബാന മധ്യേ നമ്മൾ വായിക്കാറുണ്ടല്ലോ, നമ്മുടെ ആലയങ്ങളിൽ നമ്മളത് ഏറ്റുപറയാറുണ്ടല്ലോ, നമ്മൾ പ്രഖ്യാപിക്കാറുണ്ടല്ലോ. ഹി ഡിസെൻഡഡ് ഇൻ ടു ഹെൽ എന്നാണ് ആ വിശ്വാസ പ്രമാണത്തിൽ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്നത്. അതായത് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. എന്തിനാണ് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയത്? അതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇതുവരെ നമ്മൾ കേട്ടത്. അതിനെക്കുറിച്ചുള്ള റിഫോംഡ് കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്രൂശിലെ വേദന പാതാളത്തിലേക്കുള്ള യാത്രയ്ക്കായിട്ടായിരുന്നു എന്നാണ് റിഫോംഡ് തിയോളജിയൻസ് ഒക്കെ പറയുന്നത്. യേശു കർത്താവ് ക്രൂശിൽ കടന്ന് പറഞ്ഞല്ലോ, ഏലി ഏലി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. അതിന്റെ അർത്ഥം എന്താണ്? അവൻ പാതാളത്തിലേക്കുള്ള ഒരു യാത്രയുടെ സമയമായിരുന്നു, അതുകൊണ്ടാണ് അവൻ അങ്ങനെ നിലവിളിച്ചതെന്നാണ് റിഫോംഡ് തിയോളജിയൻസ് ഒക്കെ പറയുന്നത്. എന്നാൽ ഇവാഞ്ചലിക്കൽസ് ആയിട്ടുള്ള നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടുകൾ, ഞാനൊരു ഇവാഞ്ചലിക്കലെ പട്ടക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഇവാഞ്ചലിക്കൽ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് പർദീസയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു, അതൊരു വിജയ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തു പർദീസയിലേക്ക് പ്രയാണം ചെയ്തു. കാരണം കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ആ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുത്തനോട് അവൻ പറയുകയുണ്ടായി. അപ്പൊ അത് ഒരു വിജയപ്രഖ്യാപനം കൂടിയായിരുന്നു. യേശുവിനെ ക്രൂശിച്ചു, യേശു മരിച്ചു, എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ജനത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പാകെ കർത്താവ് നടത്തിയ ഒരു വിജയപ്രഖ്യാപനമാണ്, ഞാനിതാ പർദീസയിലേക്ക് പോകുന്നു, അവിടെ
തടവുകാരായി കഴിയുന്ന, ബദ്ധരായി കഴിയുന്നവരെ പിടിച്ച് അവരെ ഉയരങ്ങളിലേക്ക് കയറ്റുവാനായിട്ട്, അവർക്ക് ദാനങ്ങളെ കൊടുക്കുവാനായിട്ട്, ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക്, എന്നിൽ വിശ്വാസമുള്ളതായ നിങ്ങൾക്ക് ആത്മാവിനെ പകർന്നു തരുവാനായിട്ട് ഇതാ ഞാൻ യാത്ര തുടരുന്നു, പരദീസയിലേക്കുള്ള യാത്രയാണ് എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അഞ്ചാമതായിട്ട് ദൈവശാസ്ത്ര പ്രാധാന്യം അല്ലെങ്കിൽ തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. അതിലൊന്നാമത് രക്ഷാ പദ്ധതിയുടെ സമ്പൂർണത. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം, ആ ക്രൂശുമരണത്തിലൂടെ സകലവും നിവൃത്തിയായി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, ടെറ്റലസ്റ്റായി എന്നാണ്. ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, ഈ പൂർത്തീകരിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് ഇന്നും നടമാടിക്കൊണ്ടിരിക്കുന്ന, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം ക്രിസ്തുവിന്റെ ദൗത്യം അത് സമ്പൂർണമാണ്. അവൻ ക്രൂശിൽ വെച്ച് തൻ്റെ ജീവനെ തന്നു എന്ന് പറഞ്ഞ് ഒഴിയുകയല്ല, മറിച്ച് ആ തന്ന ജീവനെ എന്നിലും നിങ്ങളിലേക്കും പകർന്നിട്ട് ഇന്നും നമ്മളെ ഒരു സമ്പൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുന്ന ദൗത്യം ക്രിസ്തുവിന്റെ ക്രൂശീകരണം കൊണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, രണ്ടാമതായിട്ട് അതൊരു കോസ്മിക് വിജയമാണ്, എ കോസ്മിക് വിക്ടറി. അതൊരു ജീവനുള്ളവരുടെ ലോകത്തിന് മാത്രമുള്ള വിജയമല്ല, മരിച്ചവരുടെ ലോകത്തിനുള്ള വിജയം കൂടിയാണ്. ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ മേൽ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടുള്ള ആളുകൾ സ്വർഗത്തിൽ പോകുന്ന അവർക്കുള്ള വിജയത്തിൻ്റെയും കൂടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകണം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കുണ്ട്, ആ അധികാരത്തോടുകൂടിയാണ് നിങ്ങളെ ഞാൻ അയക്കുന്നത്. അപ്പൊ എല്ലായിടത്തും ക്രിസ്തുവിന്റെ അധികാരം വളരെ കൃത്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമതായിട്ട് വിശ്വാസിയുടെ പ്രത്യാശ. മരണഭയം ഇല്ലാതെയായി നിത്യജീവന്റെ ഉറപ്പ് നമ്മളിലേക്ക് വന്നു. ക്രിസ്തുവിന്റെ മരണം ദൈവശാസ്ത്രപരമായിട്ട് 3 പ്രധാന സത്യങ്ങളെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒന്ന്, ക്രൂശ് എന്ന് പറയുന്നത് പരാജയമല്ല. 2, മരണം അന്ത്യമല്ല. 3, ക്രിസ്തുവിന്റെ അധികാരം സർവ്വവ്യാപിയാണ്, എല്ലാ ലോകത്തിലും, ത്രികാലങ്ങൾക്കും ത്രിലോകങ്ങൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഒരു ഗഹനമായ ദൈവശാസ്ത്ര സത്യമാണ്. അത് ഒരു ദൈവിക ദൗത്യമായിരുന്നു, അതൊരു വിജയ പ്രഖ്യാപനമായിരുന്നു, അതൊരു മോചന പ്രവൃത്തിയായിരുന്നു. ക്രിസ്തു താഴേക്ക് അവൻ ഇറങ്ങി എല്ലാറ്റിനെയും കീഴടക്കി ഉയർന്ന് വന്നവനായ, ആ കീഴയിൽ നിന്ന് ഉയർന്നു വന്നവനായ യേശു കർത്താവ് എല്ലാറ്റിനുമേലും അധികാരം സ്ഥാപിച്ചു. അതിനാൽ വിശ്വാസികളായ ഞാനും നിങ്ങളും ജയാളികളാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് വാളുകൊണ്ടോ ശൂലം കൊണ്ടോ നമ്മുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് നിങ്ങളെ ഈ വിശ്വാസത്തെ ത്യജിക്കണമെന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ നിങ്ങൾ പറയുക, ഹേ ഭരണമേ, നിന്റെ ജയം എവിടെ? നിനക്കെന്നെ ജയിക്കാൻ കഴിയില്ല, കാരണം ജയാളിയായ ക്രിസ്തു എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ജയാളിയാണ്. നന്ദി, നമസ്കാരം.